എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാനുള്ള ചമ്മൽ കാരണം ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് നല്ല നാടൻ കഞ്ഞിയും ചിക്കൻ ഫ്രൈയും ആണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. റൂമിൽ ഒറ്റക്കായത് കാരണം നല്ല സമാധാനത്തോടെയും സമയമെടുത്തുകൊണ്ടും ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം കിട്ടി. ഈ അടുത്ത കാലത്താണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഈസി ആണെന്ന് ഞാൻ കരുതി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എവിടെയും പോവാനില്ല, വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കാരണം ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തതാണ്. ചിക്കൻ ഫ്രൈ ആക്കാനുള്ള ചേരുവകൾ കറക്റ്റായി എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പോലെയൊക്കെ മസാലപ്പൊടികൾ ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിനെ മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് അതിലേക്ക് പുളിപ്പുള്ള നല്ല തൈരും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ നല്ല പോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം മസാല പിടിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞി റെഡിയായി. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡിയായി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ വേണ്ടി പോയി. കുളി കഴിഞ്ഞു വന്നു. ളുഹ്ർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു നിസ്കരിച്ച് തന്നെ ഫുഡ് കഴിക്കാമെന്ന്. കാരണം ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ഫ്രഷായി നിസ്കരിച്ച് വേണം കഴിക്കാൻ ഇരിക്കേണ്ടത്. അതൊരു ബറക്കത്താണ്. അതുമാത്രമല്ല, ഇനി അസ്ർ ബാങ്ക് കൊടുക്കാൻ ആകെ 20 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എപ്പോഴും നമ്മുടെ ദിനചര്യങ്ങൾ മൊത്തം കഴിഞ്ഞിട്ട് വേണം ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കാൻ. CPM-നെ തോണ്ടി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി എത്തിച്ചതിന് പിന്നിൽ രാഹുലാണെന്ന് ട്രോളർമാർ വാഴ്ത്തുമ്പോഴാണ് പാതിരാത്രിയിലെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക്. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ സതീഷിനും രാഹുലിനെയും തള്ളി രംഗത്തെത്തി. ഇതോടെ രാഹുൽ മാങ്കൂട്ട വാവ്, നല്ല അടിപൊളി കഞ്ഞിയും ചിക്കൻ ഫ്രൈയും, പിന്നെ ഉമ്മ ഉണ്ടാക്കിയ നല്ല നാടൻ അച്ചാറും. എന്തായാലും ആദ്യ പരീക്ഷണം വിജയിച്ചു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതിന്റെ റെസിപ്പി പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കറക്കി കുത്തി ഉണ്ടാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.